CGL 2024 ടയർ 1 ആണ്. ടയർ 1 19/2024 ഷിഫ്റ്റ് 2 ആണ് ചെയ്യാൻ പോകുന്നത്. മാത്സിലെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദ്യം എന്താ, ഈ പുള്ളി കുറച്ച് പേന നോട്ട്ബുക്ക് വാങ്ങി, മൊത്തം എത്ര രൂപയായി? 150 രൂപയായി. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നായി വെച്ചേക്കുന്നത്. അപ്പം 10 രൂപയുടെ എത്രയോ പേന വാങ്ങി, 20 രൂപയുടെ 6 പേന വാങ്ങി, മൊത്തം 150 രൂപയായി. അതായത് 10x പ്ലസ് 20 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 120 വരും. അപ്പം 120 ഈക്വൽ ടു എത്രയാണ്? 180. ഇനി എന്താ, ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. 180 നിന്ന് 120 പോയാൽ 60 വരും. 10x എന്ന് പറയുന്നത് എത്രയാണ്? 60 എന്ന് വരും. എക്സ് ഈക്വൽ ടു എത്രയാണ്? 60/6. 60/10 6 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. കോൺസെൻട്രേഷൻ ഓഫ് 3 ആസിഡ് A, B and C are specified as 20, 30, 40 respectively. They are blended in the ratio of 3:5 ആണ്. Yielding a solution with an concentration of average 30% ഉണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആവറേജ് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അതായത് 20% എടുത്തേക്കുന്ന റേഷ്യോ എത്രയാണ്? 3. അതുപോലെ 30% എടുത്തേക്കുന്ന റേഷ്യോ എത്രയാണ്? അത് 5. 40% എടുത്തേക്കുന്ന റേഷ്യോ എത്രയാണ്? അത് അറിയത്തില്ല. ഇത് ഓവറോൾ ഇതിൻ്റെ ടോട്ടൽ ആവറേജിൽ നിന്ന് എടുത്താൽ മതി. അത് എത്രയാണ്? അത് 30%. അപ്പം ഇത് 20 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 60 പ്ലസ് 30 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 150 പ്ലസ് 40 × A ആണ്. അപ്പം 40A / 3 + 5 + A, അതായത് 8 + A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30%. ഇനി സോൾവ് ഫോർ A ചെയ്യണം ഇതിനകത്ത് ഇക്വേഷനകത്ത്. 150 60 കൂടെ കൂട്ടി എത്രയാണ്? 210. 210 പ്ലസ് 40 A എന്ന് പറയുന്നത് എത്രയാണ്? 30 × 8 8 × 24 240 പ്ലസ് 30 A എന്ന് വരും. ഇനി 10A, അതായത് 40A നിന്ന് 30A പോയാൽ എത്രയാണ്? 10A എന്ന് പറയുന്നത് 240 നിന്ന് 210 പോകണം. അതായത് 210 ഈക്വൽ ടു അപ്പുറത്ത് പോയാൽ എത്രയാണ്? 240 നിന്ന് 210 പോയാൽ 30 എന്ന് വരും. A ഈക്വൽ ടു എത്രയാണ്? 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സിനും വൈക്കും സെറ്റിനും പ്രോപ്പറായിട്ടുള്ള വാല്യൂ ഏതാണെന്ന് ചോദിച്ചത്. അത് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഫസ്റ്റ് ഇക്വേഷൻ ഇതിനകത്തേക്ക് 5, 4, 3 -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 5 + 4 9, 9 - 3 എന്ന് പറഞ്ഞാൽ 12 വരത്തില്ല. അപ്പം ഈ ഓപ്ഷൻ വരത്തില്ല. ഇനി അതേ ഇക്വേഷനിലേക്ക് അടുത്ത ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് x + y + z 12 വരണം. 5 ഉം 4 ഇവിടെ -4ആണ്. 5 + -4 ചെയ്യുമ്പോൾ എത്ര? 1 വരും. അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ 4 വരത്തുള്ളൂ. അപ്പം ഈ ഓപ്ഷനും വരത്തില്ല. ഇവിടെ എന്താണ്? 5 - 4 - 3. അപ്പം 5 + -4 ചെയ്യുമ്പോൾ എത്ര? 1 വരും. അതിൻ്റെ കൂടെ -3 കൂടെ ചെയ്താൽ എന്താ? 12 വരത്തില്ല. അപ്പം ഇതും വരത്തില്ല. പിന്നെ എന്താണ്? 5 4 3 5 4 3 കൂടെ കൂട്ടുമ്പോൾ 12 വരും. ഈ ഓപ്ഷൻ ഉള്ളതാണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ കള്ളനും പോലീസിൻ്റെ ക്വസ്റ്റ്യനാണ്. 500 മീറ്ററാണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. തീഫ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 15 m/s. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ടു 15 minutes ഫോർ പോലീസ്മാൻ ടു ക്യാച്ച് ദ തീഫ്, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ പോലീസ്മാൻ എന്ന് ചോദിച്ചിരിക്കുന്നു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 500 മീറ്റർ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് വേണം. അതിനകത്ത് നമുക്ക് എന്താണ്? കള്ളൻ്റെ സ്പീഡ് മാത്രമേ എഴുതുള്ളൂ. ഇപ്പോൾ 15 ഇവർ സെയിം ഡിസ്റ്റൻസ്, ഇവർ സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. അപ്പം മൈനസ് വരും. 15 - പോലീസിൻ്റെ സ്പീഡ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ്? പോലീസിൻ്റെ സ്പീഡാണ് വലുത്. കാരണം എന്നാൽ മാത്രമല്ലേ പോലീസുകാരന് കള്ളനെ പിടിക്കാൻ പറ്റത്തുള്ളൂ.
ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതായത് പി മൈനസ് 15 ഈക്വൽ ടു 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. നോക്കുമ്പോൾ എന്താണ്, എല്ലാം യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇത് മീറ്ററിലാണ്, ഇത് കിലോമീറ്റർ പെർ സെക്കൻഡിലാണ്, ഇവിടെ മിനിറ്റിലുമാണ്. ഈ 500 മീറ്ററിന് ഞാൻ എന്താണ് കിലോമീറ്ററിലോട്ട് ആക്കുമ്പോൾ എത്ര 0.5 വരും, ഡിവൈഡഡ് ബൈ പിയുടെ സ്പീഡ് അങ്ങനെ കിട്ടുകയാണ്. 15 കിലോമീറ്റർ പെർ അവർ ഈക്വൽ ടു, ഇവിടെ എന്താണ് ഇത് മിനിറ്റാണ്, അത് അവറിലേക്ക് മാറ്റണം. അപ്പോൾ 15/60 ഇട്ടുക 1/4 വരും. അതായത് 0.5 ഈക്വൽ ടു 1 പി മൈനസ് 15 ഇൻറ്റു 4 വരും ഇവിടെ. അപ്പോൾ 0.5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര 2 ഈക്വൽ ടു പി മൈനസ് 15 വരും. പി ഈക്വൽ ടു എത്രയാണ് 15 + 2 വരും 17 ആണ് പോലീസുകാരൻ്റെ സ്പീഡ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ 2 ട്രയാങ്കിൾ സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട്. EFG സിമിലർ ടു HIG തന്നേക്കുന്നത്. ആംഗിൾ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ എച്ച് ആണ്. ആംഗിൾ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ ഐ ആണ്. 3EF എന്ന് പറയുന്നത് ഈക്വൽ ടു HI ആണ്. FGയുടെ വാല്യൂ 9 സെൻറ്റിമീറ്റർ ഉണ്ട്. ദെൻ IG ഈക്വൽ ടു എത്രയാണ് ചോദിച്ചത്. ഇവിടെ എന്താ 2 ട്രയാങ്കിൾ വരച്ചോളാം. ഒന്ന് എന്താണ് EFG, രണ്ടാമത്തേത് HIJ. ഇതിലെന്താ ആംഗിൾ ഇ ഈക്വൽ ടു ആംഗിൾ എച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ ഐ എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ എഫ് ഈക്വൽ ടു ആംഗിൾ ഐ. പിന്നെ പറഞ്ഞേക്കുന്നത് 3EF ഈക്വൽ ടു HI എന്നാണ്. അതായത് 3EF ഈക്വൽ ടു HI എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം EF/HI എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/3 ആണ്. അപ്പം HIയുടെ വാല്യൂ 3ഉം EFൻ്റെ വാല്യൂ 1ഉം. ഇവിടെ FGയുടെ വാല്യൂ 9 തന്നിട്ടുണ്ട്. IJയുടെ വാല്യൂ എത്രയാണെന്നാണ് നമ്മോട് ചോദിച്ചേക്കുന്നത്. ഇത് സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് EF/HI ഈക്വൽ ടു FG/IJ ഈക്വൽ ടു GE/HJ ഈക്വൽ ടു എന്താ വരുന്നത് ഈ 1/3 എന്നാണ് വരുന്നത്. വേണ്ട പാർട്ട് മാത്രം എടുത്ത് മാറ്റി എഴുതാം. അതായത് FG/IJ ഈക്വൽ ടു എന്താണ് 1/3 വരും. FGയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് 9 തന്നിട്ടുണ്ട്. അപ്പം IJയുടെ വാല്യൂ ഇനി എന്താ വരുന്നത് IJ ഈക്വൽ ടു 9 × 3 27 എന്ന് വരും. 27 എന്ന് വരും. ഓപ്ഷൻ ഫസ്റ്റാണ് കറക്റ്റ് ആൻസർ. ഞാനിവിടെ ഇത് ഇങ്ങനെ എഴുതാൻ കാരണം എന്തായത് സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും പ്രപ്പോർഷണൽ ആയിരിക്കും. ഇത് സിമിലർ ട്രയാങ്കിളുടെ കേസിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് AQ മൈനസ് B/A² പ്ലസ് by10 പ്ലസ് B എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ എന്താവണം ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വേറെ എന്താ ചെയ്യാൻ പറ്റുക. മുകളിൽ നമുക്കിവിടെ ഒരു AQ ഉണ്ട്. ഇതിനെ എങ്ങനെയാലും BQ ഓഫ് ചെയ്യാം. ഇതിനെ BQ ആക്കി എഴുതാൻ പറ്റും. അതെങ്ങനെ, അതായത് 0.1 × 0.1 × 0.1 ചെയ്യുമ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്. മുകളിൽ നമുക്ക് എന്താണ് 0.58 ഹോൾ ക്യൂബ് മൈനസ് 0.1 ഹോൾ ക്യൂബ് എഴുതാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ് ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ 0.58 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ
പ്ലസ് എനിക്ക് 0.01 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.1 ദ ഹോൾ സ്ക്വയറിന് എഴുതാൻ പറ്റില്ലേ? പ്ലസ് ബാക്കി എന്താണ് ഇവിടെ? 0.058 ആണ്. അപ്പോൾ ഇവിടെ 0 കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു 0 വന്നിട്ടുണ്ട്. അവിടെ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുണ്ട്. അപ്പം ഇവിടെ 0.58 0.1 കൂടെ കണ്ടപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സാധനം കിട്ടുമെന്ന് മനസ്സിലായി. അതുപോലെ ഇത് A² പ്ലസ് B² പ്ലസ് AB എന്ന് പറഞ്ഞ ഫോർമാറ്റ് വരും. അപ്പോൾ എന്താണ് എനിക്ക് അങ്ങനെ എഴുതിയാൽ ഈ 0.058 റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലായതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി നോക്കുക. 0.01. ഇപ്പം എന്താണ്? ഇപ്പം എനിക്ക് AQ - BQ A² പ്ലസ് B² പ്ലസ് AB എന്ന് പറഞ്ഞ ഫോർമാറ്റിലായി. ഇനി എന്താ കാര്യങ്ങൾ വളരെ എളുപ്പമായി. കാരണം എന്താ? AQ - BQ എനിക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? A - B ഇൻറ്റു A² പ്ലസ് B² പ്ലസ് AB എന്ന് എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ A² പ്ലസ് B² പ്ലസ് AB. ഇത് രണ്ടും എന്താണ്? സിമ്പിളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ A - B മാത്രമാണ് ബാക്കി. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? 0.58 ആണ്. ബിയുടെ വാല്യൂ 0.1 ആണ്. അത് കുറച്ച് കഴിഞ്ഞ് എത്രയാണ്? 0.48 ആണ് ഉത്തരം. 8 ആണോ? 0.48 ആണ് ഉത്തരം. ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? L എന്ന് പറഞ്ഞൊരു പൈപ്പ് 30 മണിക്കൂർ കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. M ആണെങ്കിലോ അതേസമയം 45 മണിക്കൂർ കൊണ്ട് പൈപ്പ് നിറയ്ക്കും. ഇഫ് ബോത്ത് ദ പൈപ്സ് വെയർ ഓപ്പൺഡ് ഇൻ ആൻ എംപ്റ്റി പൂൾ ഹൗ മച്ച് ടൈം വിൽ ദേ ടേക്ക് ടു ഫിൽ ഇറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതായത് L 30 മണിക്കൂർ എടുക്കും, M 45 മണിക്കൂർ എടുക്കും. LCM എന്താണ്? 90 വരും. കാരണം 45 × 2 ചെയ്യുമ്പോൾ 90 വരും, 30 × 3 ചെയ്യുമ്പോൾ 90 വരും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസിയാണ്. അപ്പം കമ്പൈൻഡ് എഫിഷ്യൻസി 5 വരും. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 90 വരും. 90/5 ചെയ്യുമ്പോൾ എത്രയാണ്? 18 ഉത്തരം. ഓപ്ഷൻ 2. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് A/B തന്നിട്ടുണ്ട്. എത്രയാണ്? 6:8. B/C തന്നിരിക്കുന്നത് എത്രയാണ്? 5:12. അപ്പം ഇവിടെ എന്താണ്? 2 വാല്യൂ വന്നിട്ടുണ്ട്. അത് രണ്ടും സെയിം ആക്കണം. 40 രണ്ടും 40ലേക്ക് ആക്കാൻ നോക്കുക. ഇത് രണ്ടും 40 എന്താ കുറച്ചുകൂടെ മനസ്സിലാകുന്ന പോലെ ചെയ്യാം. ഇവിടെ × 5 ചെയ്തു, ഇവിടെ × 8 ചെയ്തു. അപ്പം ഇവിടെ × 8 ചെയ്യണം, ഇവിടെ × 5 ചെയ്യണം. പുതിയ റേഷ്യോ എത്രയാണ്? 30, 40, 96. എല്ലാം കൂടെ 2 വെച്ച് വെട്ടുമ്പോൾ എത്രയാണ്? 15:20:96 പകുതി 48. ഇതാണ് കമ്പൈൻഡ് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബുക്സ് ഫോർ സബ്ജക്ട് B1 ടു ദ ആവറേജ് നമ്പർ ഓഫ് ബുക്സ് പെർ സബ്ജക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. B1 അതായത് 120 ഇനി ആവറേജ് നമ്പർ ഓഫ് ബുക്സ് പെർ സബ്ജക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുക. 150, 150, 300, 400, 420, 420, 100, 520, 540, 540, 100, 640, 660 വരും. 660 ടോട്ടൽ സമ്മ പെർ ആവറേജ് നമ്പർ ഓഫ് ബുക്സ് പെർ സബ്ജക്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം മൊത്തം എത്ര സബ്ജക്റ്റ് ഉണ്ട്? 5 സബ്ജക്റ്റ്. 560/5 ചെയ്യുമ്പോൾ 660/5 ചെയ്യുമ്പോൾ അപ്പം 66/5 ചെയ്യുമ്പോൾ എത്രയാണ്? 13 വരും, 10 റിമൈൻഡർ വരും. 13, 10 റിമൈൻഡർ വരും. അപ്പം ഇനി 10ലേക്ക് തീയണ്ട. 132 660/5 ചെയ്യുമ്പോൾ 132. അപ്പം 120:132. ഇനി വെട്ടിക്കുറയ്ക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇത് 10 കൊണ്ട് 12 കൊണ്ട് വെട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 10 വരും, ഇവിടെ 11 വരും. 10:11 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം
ആദ്യം തന്നെ ഇവിടെ 2 tan θ എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. അതായത് 2 tan θ ഈക്വൽ ടു 3 ആണെങ്കിൽ tan θ ഈക്വൽ ടു 3/2 വരും. ഞാനിവിടെ ട്രയാങ്കിൾ വരച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ 3/2 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ടനസ് എന്ത് വരും? അതായത് ഇത് 3² + 2² √9 + 4 വരും. അതെത്രയാണ്? 13 വരും. √13 ആണ് ഹൈപ്പോട്ടനസ് വരിക. ഇനി എല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ. അപ്പോൾ 3 × sin θ. sin θ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അതായത് 3 × √13 - cos θ. cos θ എന്ന് പറയുമ്പോൾ 2 × adjacent side by hypotenuse, അതായത് 2/√13 ഡിവൈഡഡ് ബൈ ഇത് തന്നെ എന്താണ് പിന്നെ വരും 3 × 3 sin 13 + 2 × 2/√13 വരും. ഇവിടെ എന്താ 9 - 4 വരും. ഇവിടെ എന്താണ് സെയിം സാധനം തന്നെ വരിക 9 4. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 5/√13 ഡിവൈഡഡ് ബൈ 13/√13 വരും. ഇത്രയും ഭാഗം തിരിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ പോകുമ്പോൾ എത്രയാണ്? √13/13 വരും. ഇവിടെ 13 വെട്ടി പോയിട്ട് 5/13 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ കോട്ട് തീറ്റയുടെ വാല്യൂ വന്നേക്കുന്നത് 4/3. അങ്ങനെയാണെങ്കിൽ sec θ × 1 + cot² θ × cosec² θ - cot² θ cosec³ θ എത്രയെന്ന് ചോദിച്ചിരുന്നു. എനിക്ക് ഈ പോർഷൻ കാണുമ്പോൾ തന്നെ എന്താ അറിയാവുന്നത്? cosec² θ - cot² θ എന്താണ്? ഇത് 1 ആണ്. അപ്പം നമ്മോട് ചോദിച്ചേക്കുന്നത് sec θ + 1 + cot² θ × 1/cosec² θ ചോദിച്ചേക്കുന്നത്. ഇവിടെ 1 + cot² θയുടെ വാല്യൂ എന്താണ്? അത് sec² θ ആണ്. sec² θ അല്ല, cosec² θ ആണ്. അപ്പം sec θ × 1 + cot² θ cosec² θ ഡിവൈഡഡ് ബൈ എന്താണ്? കോസിക് സ്ക്വയർ അല്ല കേട്ടോ, ഇവിടെ cosec³ ആണേ. എഴുതിയെടുത്തിട്ട് ഇപ്പോൾ cosec³ θ. അപ്പം ഇതും വെട്ടിപ്പോയി താഴെ ഒരു cosec θ വരും, അതായത് sec θ cosec θ എന്ന് വരും. ഇവിടെ sec θ cosec θ എന്ന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? അതായത് 1/cos θ 1/sin θ എന്ന് എനിക്ക് എഴുതിക്കൂടെ? റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ എത്രയായത്? sin θ 1 എന്ന് വരും. അപ്പം ഇത് മൊത്തം എന്താണ്? ഇത് tan θ എന്നാണ്. ഇതിൻ്റെ മൊത്തം വാല്യൂ എന്താണ്? tan θ എന്ന് കിട്ടി. cot θയുടെ വാല്യൂ 4/3 എന്ന് കിട്ടി. അപ്പം cot θനെ tan θ ആകാൻ എന്താണ്? തിരിച്ചിട്ടാൽ മതി. അപ്പം 4/3 എന്നുള്ള തിരിച്ചിടുമ്പോൾ എത്ര? 3/4 ആവും. 3/4 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 3, 4, 5 സെൻറ്റിമീറ്റർ ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ സൈഡ് ഓഫ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഫോം എ കോൺ എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ 3, 4, 5 എന്ന് കാണുമ്പോൾ തന്നെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. മനസ്സിലായി? 3, 4, 5 അല്ലേ? 3, 5. ഇതെന്തായാലും 5 വരും. പിന്നെ ഇത് 4, 3 നട്ടുള്ളൂ. ഇനി ഇതിനിങ്ങനെ തിരിച്ചുകൊണ്ട് ഒരു കോൺ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അപ്പം റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഈ സ്ലാൻ ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ 5. ഈ ഒരു കോണിൻ്റെ ബോഡിയാണ് ചോദിച്ചേക്കുന്നത്. ഏത് കോണിൻ്റെ ബോഡി എത്രയാണ്? 1/3
പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അതായത് 1/3 ഇൻറ്റു പൈ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. കാരണം എന്താ, എല്ലായിടത്തും പൈ ഉണ്ട്. അപ്പോൾ പൈ ഇൻറ്റു ആറ് എത്രയാണ്, 4 സെൻറ്റിമീറ്ററാണ്. 4 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് 3. അപ്പം 3 കട്ട് ചെയ്ത് പോയി. എത്രയാണ്, 16 പൈ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ക്വസ്റ്റ്യൻ ഇവിടെ √x പ്ലസ് 1/√x ഈക്വൽ ടു 7 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് x പ്ലസ് 1/xൻ്റെ വാല്യൂ എത്രയാണ് ചോദിച്ചത്. ഇവിടെ എന്താണ്, ഈ √x പ്ലസ് 1/√xൻ്റെ സ്ക്വയറാണ് ഈ സൈഡ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് √xൻ്റെ √x ചെയ്യുമ്പോൾ x ആവും. സാധാരണ നമ്മൾ x പ്ലസ് 1/x k ആണെന്ന് തന്നിട്ടുണ്ട്. x² പ്ലസ് 1/x² എത്രയാണെന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. അപ്പം x പ്ലസ് 1/x k ആണ്. x² പ്ലസ് 1/x² കിട്ടാൻ എന്ത് ചെയ്യണ്ടേ, k² മൈനസ് 2 ചെയ്താൽ മതി. സെയിം സംഭവം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം കെക്ക് പകരം ഇവിടെ 7 ആണ്, പ്ലസ് 7 ആണ്. ഇവിടെ എന്താണ് ആൻസർ, 7² മൈനസ് 2, 49 മൈനസ് 2 എന്ന് പറയുന്നത് 47 വരും. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, സക്സസീവ് ഡിസ്കൗണ്ട് 30, 40 എത്ര ഒന്നിച്ച് കിട്ടുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. 2 ഡിസ്കൗണ്ട് 30, 40 ഒന്നിച്ച് കിട്ടുമ്പോൾ 40 പ്ലസ് 30. ഇനി എന്താ വരുന്നത്, മൈനസാണ് വരുന്നത്. -40 ഇൻറ്റു 30/100. ഇവിടെ 40 30 കൂടെ കൂട്ടി എത്രയാണ്, 4 3 7, 70 മൈനസ് 4 12, 12, 70 മൈനസ് 10, 60, 60 നിന്ന് 2 പോയാൽ 58 ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരൻ്റെ സാലറി ആദ്യം എത്രയാണ്, 50% കൂട്ടിയെന്ന് പറഞ്ഞു. 100 ഉണ്ടായിരുന്നു, 50 കൂട്ടി എത്രയാണ്, 150 അതിനുശേഷം ഇവിടെ 150ൻ്റെ 50% കൂടുന്നത്. അപ്പം 150ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 75. 150ൻ്റെ കൂടെ 75 കൂടുന്നത്. അപ്പോൾ എത്രയാണ്, 225 ആവും. 50% വെച്ച് കൂടുമ്പോൾ എത്രയാവും, ഇവിടെ 50% കൂടി, ഇവിടെ 50% കൂടി, മൊത്തം എത്രയാണ് കൂടിയിരിക്കുന്നത്, 100 225 ആയി. മൊത്തം അയാൾക്ക് കിട്ടിയ ലാഭമാണ് 125 ലാഭമാണ്. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, ഒരു ട്രയാങ്കിൾ 45 ഡിഗ്രി 65 ഡിഗ്രി എന്ന് തന്നിട്ടുള്ള 2 ആംഗിൾ ചോദിച്ചേക്കുന്നത്. ദെൻ ഫൈൻഡ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ദ തേർഡ് ആംഗിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ 2 ആംഗിളുമാണ് തന്നിരിക്കുന്നത്. എത്രയാണ്, 45 65. ഈ ഒരു ആംഗിളാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇതിന് രണ്ടും കൂടെ കൂട്ടുന്നതാണ് എപ്പോഴും ഈ ഒരു ആംഗിൾ വരുന്നത്. അപ്പോൾ എത്ര, 110 വരുന്നത്. അപ്പോൾ അതറിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ്, 45 65 കൂട്ടിയിട്ട് 180 എന്ന് കുറയ്ക്കുന്നതാണ് ഈ ആംഗിൾ വരുന്നത്. ഈ ആംഗിൾ കിട്ടിയെങ്കിൽ 180 ഈ ആംഗിൾ അങ്ങ് കുറച്ചാൽ മതി. അപ്പോഴും എന്താണ്, 110 തന്നെ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഒരു കടക്കാരൻ 1000 കിലോ ഷുഗർ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അതിനകത്ത് ഒരു ഭാഗം 10% പ്രോഫിറ്റിന് വിറ്റു. അതിനുശേഷം വേറെ കുറച്ച് ഭാഗം 40% പ്രോഫിറ്റിന് വിറ്റു. ഹി ഗെയിൻസ് 20% ഓഫ് ഹോൾ. അതായത് ഇയാൾക്ക് മൊത്തം കച്ചവടത്തിൽ 20% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 40% പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് അലിഗേഷൻ വെച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 40% പ്രോഫിറ്റ്, 10% പ്രോഫിറ്റ്, ഓവറോൾ 20% പ്രോഫിറ്റ് കിട്ടി. ഇത് അലിഗേഷൻ ചെയ്യുമ്പോൾ താഴെ വരുന്നത് എന്താ, താഴെ വരുന്നതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയിരിക്കും താഴെ വരുന്നത്. അപ്പം 20 നിന്ന് 10 പോയാൽ എത്രയാണ്, 10 ഉണ്ടാവുള്ളൂ. 40 നിന്ന് 20 പോയാൽ ബാക്കി 20 ഉണ്ടാവും. ഇവിടെ റേഷ്യോ എത്ര വരുന്നത്, 1:2 ആണ് വരുന്നത്. അപ്പം 3 പാർട്ടുണ്ട് മൊത്തം. 3 പാർട്ടുള്ള 1000 കിലോ ആണ്. അതിനകത്ത് 2 പാർട്ട്
10% പ്രോഫിറ്റിന് വിറ്റു. ഒരു പാർട്ട് 40% പ്രോഫിറ്റിന് വിറ്റു. നമുക്ക് ഒരു പാർട്ടാണ് കാണേണ്ടത്. ഈ 1% അല്ല, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1000 × 1/3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 33.1/3 കിലോ ആണ് ഇയാൾ 10% ലാഭത്തിന് വിറ്റത്. 40% ലാഭത്തിന് വിറ്റത്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ചോദ്യം എന്ത് ചോദിച്ചേക്കുന്നത്? 77/77 + 77 is divided by 78 ആണെങ്കിൽ ദെൻ റിമൈൻഡർ വിൽ ബി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം അത് അങ്ങനെ തന്നെ എടുത്തെഴുതാം. 77/77 + 77 ഡിവൈഡഡ് ബൈ 78 എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 77നെ അല്ല 77നെ ഈ 78 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? ഇവിടെ -1 ആണ് വരുന്നത്. -1 നെഗറ്റീവ് റിമൈൻഡർ ആയിട്ട് എടുക്കുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടെ 79 വന്നെങ്കിൽ 79 ഡിവൈഡ് ബൈ 78 ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? 1 റിമൈൻഡർ വരും. ഇത് പോസിറ്റീവ് റിമൈൻഡറാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവിടെ 77 വന്നുകൊണ്ട് ഞാൻ എന്താണ് അത് നെഗറ്റീവ് റിമൈൻഡർ ആയിട്ട് എടുത്തേക്കുന്നത്. ഒന്നുമില്ല, നെഗറ്റീവ് റിമൈൻഡർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത് നെഗറ്റീവ് റിമൈൻഡർ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? 77 ഡിവൈഡ് ബൈ 78 ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് റിമൈൻഡർ. അപ്പോൾ നെഗറ്റീവ് റിമൈൻഡർ റേസ് ടു 77 ആണ് വന്നേക്കുന്നത്. ഇത് എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പം നെഗറ്റീവ് റേസ് ടു ഓഡ് നമ്പർ എന്താണ്? നെഗറ്റീവ് തന്നെയാണ് വരുന്നത്. അപ്പം -1 + -1 ആണ് മൊത്തം റിമൈൻഡർ ആയിട്ട് വന്നേക്കുന്നത്. -1 + -1 എത്രയാണ്? -2 ആണ് ഓവറോൾ റിമൈൻഡർ വരുന്നത്. ഇവിടെ മൈനസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്താണ്? നെഗറ്റീവ് റിമൈൻഡറാണ്. അപ്പം നെഗറ്റീവ് റിമൈൻഡർ വരുമ്പോൾ എന്താണ്? നമുക്ക് ഡിവൈഡ് ചെയ്യാൻ തന്നേക്കുന്ന ഡിവൈസർ. ഇവിടുത്തെ കേസിൽ എന്താണ്? 78 ആണ് ഡിവൈസർ. 78ൽ നിന്ന് ആ രണ്ടങ്ങ് കുറച്ചോളൂ. -2 ചെയ്യുമ്പോൾ 76 ആണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ടോട്ടൽ റിമൈൻഡർ പറഞ്ഞാൽ 76 വരും. ഇനി ഇതിങ്ങനെയല്ല, ഇവിടെ നെഗറ്റീവ് റിമൈൻഡർ അല്ല പോസിറ്റീവ് റിമൈൻഡർ കിട്ടുന്നെങ്കിൽ എന്താണ്? അത് തന്നെയാണ് റിമൈൻഡർ. ഓപ്ഷനകത്ത് ആ സംഖ്യ കാണും. അപ്പോൾ അതെടുത്ത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നെഗറ്റീവ് റിമൈൻഡർ വരുമ്പോൾ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. എന്താണോ നെഗറ്റീവ് റിമൈൻഡർ കിട്ടി അത് ആ ഡിവൈസറിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ശരിക്കുള്ള റിമൈൻഡർ കിട്ടും. അപ്പോൾ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് 26,160 in 4 years at a 6% സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 6 ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം 4 വർഷത്തേക്കാണ്. അപ്പം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ. ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ 100 പ്ലസ് എത്രയാണ്? 6% ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തേർഡ് ഇയറിൽ വരുമ്പം 12%, ഫോർത്ത് ഇയറിൽ വരുമ്പോൾ 18%. ഇതെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണ്? 400 പ്ലസ് 8 2 10 36 കൂട്ടുമ്പോൾ 436 വരും. ഈ 436ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്ര? 26,160 എന്ന് പറയുന്നത്. 100ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇത്രയായി. 26,160 ഡിവൈഡ് ബൈ 436 ചെയ്യുമ്പോൾ എത്രയാണ്? 436 × 6 ചെയ്യുമ്പോഴാണ് 26,16 വരുന്നത്. അപ്പം ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 60. അപ്പം 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 6000 വരും. ആൻസർ എത്രയാണ്? ഓപ്ഷൻ 4 ആണ്. 6000 ആണ് കറക്റ്റ് ആൻസർ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ P cos A equal to 2 sin A and P cos A minus Q sin A equal to 3, then the value of P square plus 4Q square എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? P cos A equal to 2Q sin A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എക്ക് എന്താണ് 45 ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എക്ക് 45 ഇടാൻ കാരണം എന്താ? ഇവിടെ സൈനും കോസും ഈക്വൽ വാല്യൂ ആവുന്നത് എവിടെയാണ്? അത് 45ലാണ്. അപ്പം എനിക്ക് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും
എനിക്ക് 45 ഇട്ടാൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതായത് P = 2Q എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ 2P cos A, അതായത് 2P cos 45 മൈനസ് Q sec 45 = 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് cos 45, ഇവിടെ cos 45 അല്ല കേട്ടോ, cosec 45 ആണ്. അതായത് 2P cosec 45 ആണ് വരുന്നത്. അപ്പോൾ cosec 45 എന്നാണ് √2 ആണ്. 2P √2 മൈനസ് Q sec 45ൻ്റെ വാല്യൂ എത്രയാണ്? ഇനി sec 45ൻ്റെ വാല്യൂ എത്രയാണ്? അതും എന്താണ്, √2 തന്നെയാണ്. അപ്പം √2 = 3 ആയി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമുക്ക് 2 വേരിയബിളുണ്ട്, 2 ഇക്വേഷനും ഉണ്ട്. ഇതിനകത്ത് എനിക്ക് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മേലെ. അതായത് ഞാനിവിടെ 2Pക്ക് ഈ പിയുടെ ഇവിടെ എന്താണ്, 2Q എന്നിട്ട് കൊടുക്കുക. അതായത് 4Q √2 = Q √2 അതായത് 4Q × √2 മൈനസ് Q √2 എന്ന് പറയുന്നത് എത്ര? 3 ആണ്. സോൾവ് ഫോർ Q ചെയ്താൽ മതി. ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. അതായത് 4 √2Q മൈനസ് √2Q = 3 എന്ന് വരും. അപ്പോൾ 4 √2 √2 പോയാൽ എത്രയാണ്? 3 √2 ആണ് ബാക്കി. 3 √2Q = എത്രയാണ്? 3 ആണ്. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി. Q = എത്രയാണ്? 1/√2 വരും. ഇവിടെ Qൻ്റെ വാല്യൂ കിട്ടി. ഇനി Pയുടെ വാല്യൂ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? P = 2Q ആണ്. 2 × 1/√2 ചെയ്താൽ മതി. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 2നെ √2 × √2 എന്ന് എഴുതാൻ പറ്റും. ഇതൊന്നും വെട്ടിപ്പോയി. പിയുടെ വാല്യൂ എത്ര? √2 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? P² + 4Q². √2² + 4 × 1/√2 2. ഇവിടെ √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2 വരും. പ്ലസ് 1/√2ൻ്റെ സ്ക്വയർ എത്രയാണ്? 1/2 വരും. ഇൻറ്റു 4 2 വരും. ആൻസർ എത്രയാണ്? 2 + 2 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഒന്നും ചെയ്തില്ല, 2 ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി സോൾവ് ചെയ്യുന്നുള്ളൂ. എന്താ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ എന്താ, ടോട്ടൽ സെയിൽസ് ഓഫ് ബ്രാഞ്ച് B6 ഫോർ ബോത്ത് ദ ഇയേഴ്സ് ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ സെയിൽസ് ഓഫ് ദ B3 ഫോർ ദ ബോത്ത് ഇയേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ B6 എത്രയാണ്? 80ഉം 70ഉം കൂടെ കൂട്ടുമ്പോൾ 150 വരും. 150 വരും B6. ഇനി ചോദിച്ചേക്കുന്നത് B3 അല്ലേ? B3 എത്ര വരും? 110ഉം 90, 195 വരും. സോറി, 100ഉം 195, 10ഉം 205, 210 വരും. അതായത് 150 ഡിവൈഡഡ് ബൈ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ സെയിൽസ് ഓഫ് B3 എന്നാണ് പറയുന്നത്. B3 അടി വരും. 210 × 100 പോയി. 150/21 × 10 എടുത്തോളാം. 21 × 7 ചെയ്യുമ്പോൾ എത്രയാണ്? 147 വരും അല്ലേ? റിമൈൻഡർ 3, 7 വന്നു. റിമൈൻഡർ 3. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് 0 ആക്കിക്കോളാം. ഇനി 30 എത്ര ആണോ? അപ്പോൾ
ഒരു തവണ പോകത്തുള്ളൂ 21. അപ്പോൾ 71, പിന്നെ റിമൈൻഡർ 71 7.1 ഇവിടെ വരും. റിമൈൻഡർ എത്രയാണ് 9 വരും. ഇവിടെ ഇൻറ്റു 10 കൂടെ ആകുമ്പോൾ 71 പോയിൻറ്റ് സംതിങ് വരും. ഓപ്ഷൻസ് നോക്കുമ്പോൾ 73.17 ആണല്ലോ. എവിടെ തെറ്റിപ്പോയല്ലോ. 80 കൂട്ടുമ്പോൾ 150, 110, 90 കൂടെ കൂട്ടുമ്പോൾ 200, 205 ഓക്കെ. ഇവിടെ 205 വരുന്നത്, അതാണ് തെറ്റിപ്പോയത്. 205 വരുമ്പോൾ കറക്റ്റ് എന്താണ് 73.17 വരും. അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇൻ ഹൗ മെനി ഓഫ് ദ ഗീവൺ ഇയേഴ്സ് വാസ് ദ പ്രൊഡക്ഷൻ ഓഫ് ബൈക്സ് മോർ ദാൻ ദ ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് ബൈക്സ് ഓവർ ദ ഇയേഴ്സ്? ഹൗ മെനി was the production of bikes more than the average production of ഓക്കെ. അതായത് ഞാൻ ചെയ്യാം. അപ്പം ഇതെത്ര? ഇത് 35, 2008 35, 2009 50, 2010 70, 2011 90, 2012 എത്രയാണ് 40, 2013 60, 2014 30. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 70, 30, 100, 60, 40, 100, 200, 290, 320, 325, 50, 375 ടോട്ടൽ സം വരുന്നത്. അപ്പോൾ ആവറേജ് എത്രയാണ്? 375/1, 2, 3, 4, 5, 6, 7. ഇതാണ് ഇതിൻ്റെ ആവറേജ് വരിക. അപ്പോൾ 7, 5, 35 വരും. 35, 2 റിമൈൻഡർ, 7 25ലേക്ക് എത്തിക്കാൻ 7, 3 21 വരും. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 4 റിമൈൻഡർ വരും. അപ്പോൾ 53 പോയിൻറ്റ് സംതിങ് ആണ് ആവറേജ്. ഈ 53 മുകളിൽ വരുന്ന വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് 50, ഇതാണ് 50. ഇതിന് മുകളിൽ വരുന്ന ഏതൊക്കെ വർഷം ഉണ്ടാകും? 1, 2, 3 വർഷമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിളുണ്ട്, റേഡിയസ് 5√13 ആണ്. എ കോഡ് ഈസ് at a distance of 10 centimeter away from the center of the circle. Find the length of the chord എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പം എന്താണ്? ഒരു സർക്കിൾ വരച്ചോളാം. ഒരു കോഡുണ്ട്. റേഡിയസ് എത്രയാണ്? റേഡിയസ് 5√13 ആണ്. എന്താണ്? 5√13 ആണ്. എത്ര? 10 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയല്ല, ഇതാണ് റേഡിയസ് ഉണ്ടാവുക. ഇതാണ് 5√13. ഇത് 10 അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ലെങ്ത് കണ്ടിട്ട് അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. എന്താ പൈതഗോറസ് തന്നെ ഉപയോഗിച്ചാൽ മതി. √5², അതായത് 25 × 13 ചെയ്യണം. എത്രയാണ്? 325 മൈനസ് 100, ഇവിടെ എത്രയാണ്? 10² വരും. √, ഈ സംഭവം 325 100 പോയാൽ എത്രയാണ്? 225 വരും. √225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. ഈ ഒരു ലെങ്ത്ത് എത്രയാണ്? 15 ആണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഫുൾ കോൺ ലെങ്ത്ത് കിട്ടാൻ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. 15ൻ്റെ ഇരട്ടി 30. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താ? പ്ലേസ് എ ആൻഡ് ബി ആർ 20 കിലോമീറ്റർ എപ്പാർട്ട് ഓൺ എ ഹൈവേ. ഒരു കാറ് എ സ്റ്റാർട്ട് ഫ്രം എ ആൻഡ് അനദർ car B starts from the same time. If the car travels in the same direction at a different speed, they meet in 1 hour.
അപ്പോൾ സെയിം ഡയറക്ഷനിൽ പോകുമ്പം 1 hour മീറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് ദേ ട്രാവൽ ടുവേർഡ്സ് ഈച്ച് അതർ ദേ മെറ്റ് ഇൻ 12 minutes. വാട്ട് ആർ ദ സ്പീഡ് ഓഫ് ദ കാർസ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 20 km/x+y, അതായത് എക്സും വൈയും കാർസിൻ്റെ സ്പീഡാണ്. x+y എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പം 12 minute കൊണ്ട് മീറ്റ് ചെയ്യും. അതുപോലെ 20 km/x-y ചെയ്യുമ്പോൾ എത്രയാണ്? അത് 1 മണിക്കൂർ കൊണ്ട് വേണം മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ 2 ഇക്വേഷനും 2 വേരിയബിൾസും ഉണ്ട്. ഇത് സോൾവ് ചെയ്താൽ മതി. ഇതിൽ ഏറ്റവും നല്ല ഐഡിയ എന്താണെന്ന് പറഞ്ഞു തരട്ടെ. അതായത് ഈ നമ്മളെ ഓപ്ഷൻസിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത് നല്ലത്. ഇപ്പം 52ഉം 48ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 52 എക്സിന് 52ഉം വൈക്ക് 48ഉം കൊടുത്ത് നോക്കുക. 52 - 48 4 വരും. 20/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അത് വരത്തില്ല. ഇനി 55 - 45 ഇട്ട് കൊടുത്തോളാം. 10 വരുന്നുണ്ടാവുക. അപ്പോൾ 20/10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. അതും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇനി 60 - 40 ഇട്ട് കൊടുത്തോളാം. എക്സിന് 60ഉം വൈക്ക് 40 ഇട്ട് കൊടുത്തോളാം. അപ്പോൾ എത്രയാണ്? 60 - 40 20. 20/20 എന്ന് പറയുന്നത് കറക്റ്റ് 1 വരും. അതുപോലെ തന്നെ 51 - 49 ഇട്ട് കൊടുത്തോളാം. 51 - 49 ഇപ്പോൾ എത്രയാണ്? 2 വരും. 20/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10. അതും സാറ്റിസ്ഫൈ ആകത്തില്ല. ഓപ്ഷൻ 2 മാത്രമേ സാറ്റിസ്ഫൈ ആകത്തുള്ളൂ. അതാണ് കറക്റ്റ് ആൻസർ. ഒന്നും ചെയ്ത് നോക്കേണ്ട കാര്യമേ വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ 2 ഇക്വേഷനും അത് സോൾവ് ചെയ്യാൻ നല്ല സമയമെടുക്കും. ഓപ്ഷനിൽ നിന്ന് പോയി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സമയ ലാഭം കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ബോട്ടം മാസ് വെച്ചത് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റ് ചെയ്യണം. ഇതാണ് ആദ്യം ചെയ്യാനുള്ളത്. 1.1 × 0.2 ചെയ്യുമ്പോൾ എത്രയാണ്? 1.1 × 2 ചെയ്യുമ്പോൾ 2.2 ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പോയിൻറ്റും കൂടെ വരുമ്പോൾ എത്രയാണ്? 0.22 വരും. ഇതിനകത്ത് ഏറ്റവും അകത്ത് 0.22 വരും. 22 മൈനസ് എത്രയാണ്? 3.22 വരും. അതെത്രയാണ്? 3 വരും. അപ്പോൾ ഇത്രയും പോയിട്ട് എന്താ 3 വരിക. ഇനി ഈ സ്ക്വയർ ബ്രാക്കറ്റാണ് കിടക്കുന്നത്. അതായത് 6 + 7 - 3 വരും. 7 - 3 പോയാൽ 4 വരും. 6 - 4 10 വരും. ഇനി ബാക്കി 21 - 10 പോയാൽ എത്രയാണ്? 11 കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഫസ്റ്റ്. 25 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.